വെള്ളിയാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടായ തുടർ പ്രകമ്പനങ്ങളിൽ വിറച്ച് മ്യാൻമാർ. തുടർ പ്രകമ്പനം രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചു. മ്യാൻമാറിൽ മാത്രം വെള്ളിയാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിൽ 1000-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം മരണസംഖ്യ 10,000 കവിയാൻ സാധ്യതയുണ്ടെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ മുന്നറിയിപ്പ് നൽകി. ഭൂകമ്പ മാപിനിയിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ വലിയ തോതിൽ ആൾനാശവും വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായേക്കാമെന്നും മരണസംഖ്യ 10,000 കവിയാൻ സാധ്യതയുണ്ടെന്നുമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ മുന്നറിയിപ്പ്. ഇതിനിടെയാണ് മ്യാൻമാർ തലസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും തുടർ പ്രകമ്പനങ്ങൾ ഉണ്ടായത്. ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 2:50 റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ തുടർ പ്രകമ്പനം രക്ഷാപ്രവർത്തനത്തെയും ബാധിച്ചു. രാവിലെ 11:53 റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു തുടർ പ്രകമ്പനവും ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളിലും രക്ഷാദൌത്യം തുടരുകയാണ്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങളിലും മറ്റും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50 മ്യാൻമാറിനെ നടുക്കിയ ഭൂചലനമുണ്ടായത്. 6.8 തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ 6 തുടർ ഭൂചലനങ്ങളും ഉണ്ടായി. മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് ഭൂകമ്പം കനത്ത നാശം വിതച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് യമൻ ജയിൽ അധികൃതർ. അതേസമയം നിമിഷയുടെ ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിരുന്നു. ആക്ഷൻ കൗൺസിലിനാണ് ശബ്ദ സന്ദേശം ലഭിച്ചത്. ഞാൻ ഇപ്പോൾ പാനാണ്ട് ശേഷം ഇവിടുത്തെ കുറച്ചു നേരം മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടുത്തെ ഒരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് അവരെന്നെ ഫോണിൽ ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടിയായിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? TG സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, നമ്മൾ ഈ കേൾപ്പിച്ച ശബ്ദ സന്ദേശം, നിമിഷയുടെ ശബ്ദ സന്ദേശം ഏറെ ആശങ്ക ജനിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ ഇപ്പോൾ വന്നിട്ടുള്ള യമൻ ജയിൽ അധികൃതരുടെ വിശദീകരണം ഈ വിഷയത്തിൽ അത് ആശ്വാസം പകരുന്നതല്ലേ? തീർച്ചയായിട്ടും രാവിലെ ഉണ്ടായിരുന്ന ആശങ്കയ്ക്ക് അല്പം ആശ്വാസകരമാവുന്നതാണ് പിന്നീട് വരുന്ന വിവരം. യമൻ ജയിൽ അധികൃതർ നൽകുന്നത് ഇങ്ങനെ വധശിക്ഷ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച അന്തിമ അറിയിപ്പൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ്. രാവിലെ ഈ നിമിഷപ്രിയ പങ്കുവെച്ച ആ ഫോൺ സന്ദേശം അതിൽ ഏറെ ആശങ്കയുണ്ടായിരുന്നു. ജയിലിലെത്തിയ ചില അഭിഭാഷകർ ഇത്തരത്തിൽ കാര്യങ്ങൾ പങ്കുവെച്ചു. അങ്ങനെയെങ്കിൽ ഈ റമസാൻ മാസം പൂർത്തിയാവുന്ന മുറയ്ക്ക് തീരുമാനം ഉണ്ടാകും, വധശിക്ഷ നടപ്പിലാകുമെന്ന ആശങ്കയാണ് അവർ പങ്കുവെച്ചത്. പക്ഷേ രാവിലെ തന്നെ അതൊരു ഔദ്യോഗിക അറിയിപ്പായി മാറിയിരുന്നില്ല. പിന്നീടാണ് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം അനുസരിച്ച് അത്തരം അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന അറിയിപ്പ് ലഭിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം കോടതിക്ക് പുറത്തൊരു സെറ്റിൽമെൻറ്റാണ് ശ്രമിക്കുന്നത്. കൊല്ലപ്പെട്ട പൗരൻ്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് ബ്ലഡ് മണി നൽകി അത്തരത്തിൽ മോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആ ചർച്ച ഒരു ഘട്ടത്തിൽ വഴിമുട്ടിയിരുന്നു. ഇനി അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നിർണായകമാണ്. നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും യമനിൽ തുടരുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. യമൻ്റെ പ്രത്യേക ഭരണ സാഹചര്യം അനുസരിച്ച് അവിടെ രാജ്യത്തിൻ്റെ ഇന്ത്യക്ക് നയതന്ത്ര ബന്ധവും ഉപയോഗിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ചർച്ചകൾ അതിനപ്പുറം ശ്രമിക്കാനാണ് ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അവിടെ ഗോത്രവർഗ തലവന്മാരുമായി ബന്ധപ്പെട്ട് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിനാനുള്ള ശ്രമമാണ്. എന്തായാലും ഇനിയുള്ള ഇടവേളകളിൽ കൂടുതൽ ജാഗ്രതയോടെ വേഗത്തിൽ ഈ മോചനം സാധ്യമാക്കാനുള്ള വഴികൾ തേടണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. എന്തായാലും ജയിൽ അധികൃതരുടെ വിശദീകരണം വധശിക്ഷയ്ക്കുള്ള അന്തിമ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ
നൽകിയത്. UAE-യിൽ 500 ഇന്ത്യൻ തടവുകാർക്ക് പൊതുമാപ്പ്. കഴിഞ്ഞ വർഷം UAE 944 പേരെ മോചിപ്പിച്ചിരുന്നു. ഇതടക്കം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിൽ 10,000-ഓളം ഇന്ത്യക്കാരാണ് വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടെ മോചിതരായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഗോള നേതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് പല മോചനങ്ങളും സാധ്യമാക്കിയത്. 2023-ൽ ഇന്ത്യൻ നാവികസേനയിൽ മുൻപ് ജോലി ചെയ്തിരുന്ന 8 പേരുടെ മോചനമാണ് ഇതിൽ സുപ്രധാനം. ചാരവൃത്തി ആരോപിച്ച് ഖത്തർ ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതായിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിലെ ആത്മഹത്യാ പ്രേരണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. ദിവ്യയുടെ പ്രസംഗമാണ് ADM ജീവനൊടുക്കാൻ പ്രേരണയായതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിനെ അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രണം നടത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ PP ദിവ്യ മാത്രമാണ് പ്രതി. ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ശാസ്ത്രീയ തെളിവുകളായി CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. 97 പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെ പോയത് ADM-നെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും കുറ്റപത്രം വിശദമാക്കുന്നത്. പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതും PP ദിവ്യ തന്നെയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ ആത്മഹത്യക്കുറിപ്പോ മറ്റു കാരണങ്ങളോ കണ്ടെത്താനായില്ല. 2024 ഒക്ടോബർ 14-നാണ് ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിനെ ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ PP ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത്. തൊട്ടടുത്ത ദിവസം ക്വാർട്ടേഴ്സിലെ ഉത്തരത്തിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചെന്നാണ് കേസ്. തുടക്കത്തിൽ അസ്വാഭാവിക മരണമായിരുന്നെങ്കിൽ വൈകാതെ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണത്തിന് പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. കൊച്ചിയിൽ രേഖകളില്ലാതെ കടത്തിയ 2 കോടിയിലധികം രൂപ പിടികൂടി. വില്ലിംഗ്ടൺ ഐലൻഡിന് സമീപം ഓട്ടോറിക്ഷയിൽ നിന്നാണ് പണം പിടിച്ചത്. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലായി. തമിഴ്നാട് സ്വദേശി രാജഗോപാൽ, ബീഹാർ സ്വദേശി എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഡാനി പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ചെറിയ സംഖ്യയൊന്നുമല്ല, വലിയൊരു തുകയാണ് ഇത്തരത്തിൽ രേഖകളില്ലാതെ പിടികൂടിയിരിക്കുന്നത്. ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. 2,70,00,000 രൂപയാണ് ഇങ്ങനെ കണ്ടെത്തിയത്. ഓട്ടോറിക്ഷയുടെ പിറകിൽ ബിഗ് ഷോപ്പറുകളിലായിട്ട് സൂക്ഷിച്ചിരുന്നതായിരുന്നു ഈ നോട്ടുകെട്ടുകൾ. അത്രയും പതിവ് പരിശോധനയ്ക്കിടെയാണ് ഈ ഓട്ടോറിക്ഷ അവിടെ നിന്ന് തിരിച്ച് പോകാൻ ശ്രമിക്കുന്നത് കണ്ട ഹാർബർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇതിന്റെ പിറകു ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്ന ബാഗുകൾ കണ്ടത്. ഇതിലെന്താണെന്നുള്ളതിന് വ്യക്തമായ ഒരു മറുപടി അവർ നൽകിയില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. ഇതിനുശേഷം ഇത് പോലീസ്, അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ് തുടങ്ങിയവർ ഇതിലൊരു വിശദമായ ഒരു പരിശോധന നടത്തി പണം എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴാണ് 2,70,00,000 രൂപ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇതിൽ തമിഴ്നാട് സ്വദേശി രാജഗോപാൽ, അതോടൊപ്പം തന്നെ ബീഹാർ സ്വദേശിയായ സബിൻ അഹമ്മദ് എന്നിവരാണ് പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. മറ്റൊരു തമിഴ്നാട് സ്വദേശിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചന. ഇവർ പറയുന്നത് ഈ എറണാകുളത്തെ ഒരു വ്യാപാരി മറ്റൊരു വസ്തു കച്ചവടത്തിന് വേണ്ടി ഇവർക്ക് കൈമാറുന്നതിന് വേണ്ടി ഏൽപ്പിച്ച പണമെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൈമാറുന്നതിന് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ റോഡിൽ, ഈ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കുള്ള റോഡിൽ ഉച്ചസമയത്ത് ഒരാൾ എത്തും എന്ന് പറഞ്ഞിരുന്നു. ആളെക്കുറിച്ച് മറ്റ് വിശദാംശങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. പോലീസ് പറയുന്നത് ഈ ഓട്ടോ ഡ്രൈവറായ തമിഴ്നാട് സ്വദേശി കഴിഞ്ഞ 20 വർഷമായി ഇവിടെ ജോലി നോക്കുകയാണ്. ഇയാൾക്ക് ഈ ഇടപാടുമായി വലിയ ബന്ധം ഉള്ളതായിട്ട് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ ബീഹാർ സ്വദേശിക്ക് ഇതിനെക്കുറിച്ച്, ഈ കട ഉടമ നൽകിയ പണത്തെക്കുറിച്ച് അറിയാം. പക്ഷേ ഏറ്റുവാങ്ങാൻ ആര് വരുന്നു എന്നതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും കടയുടമയോടും സ്ഥലത്തെത്താനായിട്ട് പോലീസ് സ്റ്റേഷൻ ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മതിയായ രേഖകൾ, ഈ പണവുമായി ബന്ധപ്പെട്ടുള്ള മതിയായ രേഖകൾ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇത് വലിയ രീതിയിലുള്ളൊരു കുറ്റമായിട്ട് തന്നെ മാറും. അതുകൊണ്ട് കൃത്യമായ രേഖകളുമായിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വളരെ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. 2 കോടിയിലധികം രൂപ ഒരു ഓട്ടോറിക്ഷയിൽ കടത്തുന്നതിനിടയിൽ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2.5 കോടിയിലധികം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ കാണുകയുണ്ടായി. ആ ഓട്ടോറിക്ഷയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തെ അവരുടെ ആ പരിങ്ങൾ കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ 2 ബിഗ് ഷോപ്പർ കാണുകയുണ്ടായി. ആ ബിഗ് ഷോപ്പറിൽ ഉള്ള പരിശോധനയിൽ നിന്നാണ് ഇത്രയും വലിയൊരു എമൗണ്ട് കാണപ്പെട്ടത്.
CPM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കേസ് വേണ്ടെന്ന് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ്. സംഭവം വിവാദമായതോടെയാണ് കേസുമായി മുന്നോട്ടു പോകാനില്ലെന്ന നിലപാട് ജോസഫ് ജോർജ് പോലീസിനെ അറിയിച്ചത്. ഒറ്റത്തവണ നികുതി കുടിശ്ശിക അടക്കാൻ ആവശ്യപ്പെട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജിനെ കഴിഞ്ഞ ദിവസമാണ് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു ഭീഷണിപ്പെടുത്തിയത്. ഭീഷണി ഓഡിയോ പുറത്തു വന്നതോടെ വിവാദവും കൊഴുത്തു. പിന്നാലെ സ്ഥലമാറ്റം ആവശ്യപ്പെട്ട് കലക്ടർക്ക് കത്ത് നൽകിയ ജോസഫ് ജോർജ് ഇപ്പോൾ ലീവിലാണ്. മാവേലിക്കരയിലെ വീട്ടിലെത്തിയ പോലീസ് ജോസഫ് ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തി. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും വില്ലേജ് ഓഫീസർ ആറന്മുള പോലീസിനെ അറിയിച്ചതിനാൽ കേസിൽ FIR ഇട്ടിട്ടില്ല. വിവാദത്തിന് പിന്നാലെ അജ്ഞാത ഫോൺ കോളുകളിൽ നിന്നും ഭീഷണി സന്ദേശം എത്തിയതോടെയാണ് ജോസഫ് ജോർജ് കലക്ടർക്ക് പരാതി നൽകിയത്. നിലവിൽ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന ജോസഫ് ജോർജ് സ്ഥലം മാറ്റത്തിനും അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സാമ്പത്തിക ചൂഷണവും ഭീഷണിയുമാണെന്ന് പിതാവ് മധുസൂദനൻ. മലപ്പുറം സ്വദേശിയായ IB ഉദ്യോഗസ്ഥനെതിരെയാണ് പിതാവിന്റെ ആരോപണം. മേഘയുടെ അക്കൗണ്ടിൽ നിന്നും പണം മുഴുവൻ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചെന്നും കുടുംബം ആരോപിക്കുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നാണ് സാമ്പത്തിക ചൂഷണം നടന്നതായ വിവരങ്ങൾ മേഘയുടെ കുടുംബത്തിന് ലഭിച്ചത്. സുഹൃത്തായ മലപ്പുറം എടപ്പാൾ സ്വദേശിയും IB ഉദ്യോഗസ്ഥനുമാണ് സാമ്പത്തിക ചൂഷണം നടത്തിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഫെബ്രുവരി മാസത്തിലെ ശമ്പളമടക്കം മുഴുവൻ തുകയും മേഘയുടെ അക്കൗണ്ടിൽ നിന്നും സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. മരിക്കുന്ന ദിവസം 80 രൂപ മാത്രമാണ് മേഘയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതെന്നും പിതാവ് പറയുന്നു. ഇക്കാര്യങ്ങൾ പേട്ട പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇരുവരും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും പലവട്ടം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഈ ചെലവുകൾ വഹിച്ചത് മേഘയാണെന്നും പിതാവ് പറഞ്ഞു. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു പരിശോധിച്ചു. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിച്ചെന്ന് അവനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് കണ്ടു. കിട്ടുന്ന പൈസയൊക്കെ അവനതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതിൽ നിന്ന് വെളിവാകുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല സ്ഥലത്തു നിന്നും ഈ ATM കാർഡ് ഉപയോഗിച്ചും അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ജോലി സംബന്ധമായ പരിശീലന സമയത്താണ് മലപ്പുറം സ്വദേശിയുമായി മേഘ പരിചയത്തിലാകുന്നത്. പിന്നീട് ഇയാളുമായി യുവതി പ്രണയത്തിലായെന്നും കുടുംബം പറയുന്നു. മാർച്ച് 14-നാണ് ചാക്ക റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ ഇടിച്ച് മരിച്ച നിലയിൽ പത്തനംതിട്ട അതിരുങ്കൽ സ്വദേശിനിയായ മേഘയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യയെ കാരണമെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. ന്യൂസ് 18 പത്തനംതിട്ട. തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവ്. പ്രതിപ്പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയേക്കും. ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതി ജോമോന്റെ കുടുംബത്തിലുള്ളവർക്കും പങ്കുണ്ടെന്നാണ് സൂചന. ബിജു ജോസഫിന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. കൊലപാതകത്തിൽ മുഖ്യപ്രതി ജോമോന്റെ കുടുംബത്തിന്റെ പങ്കാളിത്തവും പോലീസ് തള്ളിക്കളയുന്നില്ല. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇതുറപ്പിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനെത്തിച്ച രണ്ടാം പ്രതി ആഷിഖിൽ നിന്നും പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. കൊലപാതകത്തിന് മുൻപ് രണ്ടാം പ്രതി ആഷിഖ് ബിജുവിന്റെ വർക്ക്ഷോപ്പിലെത്തിയിരുന്നു. പ്രതിയെ വർക്ക്ഷോപ്പ് തൊഴിലാളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് ആഷിഖ് ബിജുവിന്റെ തലയിൽ ചവിട്ടി. ബിജു ജോസഫിന്റെ മൃതദേഹം ജോമോന്റെ വീട്ടിലെത്തിച്ചാണ് പ്രതികൾ മരണം സ്ഥിരീകരിച്ചത്. ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നവരെയും ഇവരുടെ പങ്കിനെക്കുറിച്ചുമാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 തൊടുപുഴ. തൊടുപുഴയിൽ പോലീസ് SFI സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ കേസ്. ഒരാൾ അറസ്റ്റിലായി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ CPM, DYFI, SFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. സംഘർഷം നിയന്ത്രിക്കാനായി പോലീസ് സ്ഥലത്തെത്തുകയും സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥിയെ പിടികൂടി പോലീസ് വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. വിദ്യാർത്ഥിയെ കൊണ്ടുപോകുന്നതിനെ എതിർത്ത ഒരു സംഘം SFI പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ജീപ്പിൽ നിന്നും വിദ്യാർത്ഥിയെ മോചിപ്പിച്ചു. ഇതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന SFI പ്രവർത്തകരായ 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 7 SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് SFI, DYFI, CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി സംഘടിച്ചെത്തി. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഇതോടെയാണ് CPM, DYFI, SFI പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തത്. 25 പേർക്കെതിരെയാണ് കേസ്. ന്യൂസ് 18 തൊടുപുഴ. ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പ്രതിയായ ഭർത്താവ് നോബിയുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി.
ഏപ്രിൽ 2-നാണ് വിധി പറയുക. ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഭർത്താവ് നോബി ആത്മഹത്യാ പ്രേരണ നടത്തിയെന്നും നോബിയുടെ തുടർച്ചയായ പീഡനത്തിന് ഇരയായെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കരുനാഗപ്പള്ളി കൊട്ടേഷൻ കൊലപാതകത്തിൽ പ്രതികൾക്ക് CPM ബന്ധം. പ്രതി പങ്കജും മുൻ ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിൽ അടുത്ത ബന്ധമെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പ്രചരിക്കുന്നു. കൊലപാതകം നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും പ്രധാന പ്രതികൾ ഒളിവിൽ തുടരുകയാണ്. പ്രതികളെ CPM സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ആദ്യം മുതൽ ഉയർന്നിരുന്നു. അതിനിടെയാണ് പ്രതി പങ്കജ് CPM ജില്ലാ കമ്മിറ്റി അംഗം PK ബാലചന്ദ്രനുമായി അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത്. CPM സമ്മേളനകാലത്ത് ഈ ചിത്രം പാർട്ടിക്കുള്ളിൽ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. പാർട്ടി നേതാവിന് പങ്കജുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും അന്ന് ആവശ്യമുയർന്നു. ഇതടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടത്. TP വധക്കേസ് പ്രതി കൊടിസുനിക്കൊപ്പമുള്ളതാണ് പ്രതി പങ്കജിന്റെ FB പ്രൊഫൈൽ ചിത്രം. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശിയാണ് പങ്കജ്. പങ്കജ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് സന്തോഷിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയ പങ്കജ് അടക്കം 3 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. ന്യൂസ് 18 കൊല്ലം. കൊച്ചിയിൽ പോലീസിന് നേരെ വീണ്ടും ആക്രമണം. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ബംഗാൾ സ്വദേശി തപൻ പിടിയിലായി. ഇന്നലെ രാത്രി വൈറ്റില പാലത്തിന് സമീപമാണ് സംഭവം. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ബംഗാൾ സ്വദേശി തപൻ നാട്ടുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കടവന്ത്ര പോലീസ് സ്ഥലത്തെത്തി. തപനെ പോലീസ് ജീപ്പിൽ കയറ്റുന്നതിനിടെയാണ് CPOമാരായ ഷിബുരാജ്, ലിൻഡോ ഏലിയാസ് എന്നിവരുടെ കയ്യിൽ കടിച്ചത്. മെഡിക്കൽ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പ്രതി അക്രമാസക്തനായിരുന്നതായി പോലീസ് പറഞ്ഞു. 19-കാരനായ തപന്റെ കയ്യിൽ തിരിച്ചറിയൽ രേഖകളില്ലെന്നും പോലീസ് പറയുന്നു. വൈറ്റില പാലത്തിന് സമീപം താമസിക്കുന്ന പ്രതി കൊച്ചിയിലെത്തിയിട്ട് 3 മാസമായി. കഴിഞ്ഞ ദിവസം അങ്കമാലി അയ്യമ്പുഴയിൽ നേപ്പാൾ സ്വദേശിനി SIയുടെ മൂക്കിടിച്ച് തകർക്കുകയും 4 പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഷൊർണൂർ കുളപ്പള്ളിയിൽ വീണ്ടും തൊഴിൽ തർക്കം. CITU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാണ് പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് ഉടമ പ്രകാശിന്റെ പരാതി. എന്നാൽ കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്നാണ് CITUവിന്റെ വിശദീകരണം. കയറ്റിറ കേന്ദ്രം സ്ഥാപിച്ചതിനെതിരെ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ കുടിൽകെട്ടി സമരം നടത്തുകയാണ് CITU. വാഹനത്തിൽ കമ്പി കയറ്റുന്നതിനിടെ ഇന്ന് രാവിലെയാണ് കയ്യേറ്റമുണ്ടായത്. പ്രകാശ് സ്റ്റീൽസിലെ തൊഴിലാളികൾ കമ്പി കയറ്റുന്നത് തടഞ്ഞ CITU ഉടമ പ്രകാശിനെ കയ്യേറ്റം ചെയ്തു. ദൃശ്യങ്ങൾ പിന്നീട് പ്രകാശ് തന്നെ പുറത്തുവിട്ടു. ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരതിനെ തെറി പറഞ്ഞു, എന്നെ പിടിച്ച് തള്ളി, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞവർ. കാർഡുള്ള ജീവനക്കാർ കയറ്റിറക്ക് ചെയ്യണമെന്നാണ് ലേബർ ഓഫീസർ വിളിച്ച യോഗ തീരുമാനമെന്നാണ് CITUവിന്റെ പ്രതികരണം. അത് പാലിക്കാൻ തയ്യാറാകുന്നതിന് പകരം ലേബർ കാർഡില്ലാത്തവരെ കൊണ്ട് കയറ്റിറക്ക് ചെയ്യിക്കുന്നുവെന്നും CITU ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേമ ബോർഡിന്റെ ഓഫീസിൽ വെച്ച് അനുരഞ്ജന ചർച്ച ഉണ്ടായിരുന്നു. അതിൽ DLOയും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26A ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മാസം മുൻപായിരുന്നു കയറ്റിറക്ക് യന്ത്രം സ്ഥാപനത്തിലെത്തിച്ചത്. യന്ത്രം കൊണ്ടുവന്നതോടെ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്നാണ് CITUവിന്റെ ആശങ്ക. ചർച്ചയിൽ 2 പേർക്കേ തൊഴിൽ നൽകാൻ കഴിയുമെന്ന് ഉടമ അറിയിച്ചെങ്കിലും 4 പേർക്കെങ്കിലും തൊഴിൽ നൽകണമെന്ന നിലപാടായിരുന്നു CITUവിന്. അപ്പോഴേക്കും വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഉടമ നേടുകയായിരുന്നു. എന്നാൽ 2 പേർക്കെങ്കിലും തൊഴിൽ നൽകാതെ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് CITUവിന്റെ നിലപാട്. ന്യൂസ് 18 പട്ടാമ്പി. കേരള സർവകലാശാലയിൽ MBA 3ാം സെമസ്റ്റർ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. മൂല്യനിർണ്ണയത്തിന് പേപ്പർ കൊണ്ടുപോയ അധ്യാപകനിൽ നിന്നാണ് 71 ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടത്. അധ്യാപകനെതിരെ സർവകലാശാല പോലീസിൽ പരാതി നൽകി. പകരം പരീക്ഷ ഏപ്രിൽ 7-ന് നടത്താനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. സർവകലാശാല ആസ്ഥാനത്തേക്ക് SFIയും KSUവും പ്രതിഷേധ മാർച്ച് നടത്തി. കേരള സർവകലാശാലയ്ക്ക് നാണക്കേടായി മാറുകയാണ് MBA ഉത്തരക്കടലാസുകൾ നഷ്ടമായ സംഭവം. ഒപ്പം വിദ്യാർത്ഥികൾക്ക് ആശങ്കയും. 2024 മേയിൽ നടന്ന MBA 3ാം സെമസ്റ്റർ പ്രോജക്ട് ഫിനാൻസ് പരീക്ഷയുടെ 71 ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടത്.
2024 ഡിസംബർ 23-നാണ് പാലക്കാട് സ്വദേശിയും സർവകലാശാലയിലെ കരാർ ജീവനക്കാരനുമായ അധ്യാപകൻ മൂല്യനിർണയ ക്യാമ്പിൽ നിന്ന് ഉത്തരക്കടലാസുകൾ കൈപ്പറ്റിയത്. അന്നുതന്നെ സ്വദേശമായ പാലക്കാടേക്ക് പോവുകയും 2025 ജനുവരി 13-ന് രാത്രി 2 വീലറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് 2 വീലറിന്റെ സൈഡിൽ തൂക്കിയിട്ടിരുന്ന ബാഗും ഉത്തരക്കടലാസുകളും നഷ്ടമായതെന്ന് കാട്ടി അധ്യാപകൻ പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മൂല്യനിർണയം പൂർത്തിയാക്കിയ പേപ്പറുകൾ തിരികെ ചോദിച്ചപ്പോൾ ജനുവരി 8-ാം തീയതി നൽകാമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും 15-ാം തീയതി ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട കാര്യം അധ്യാപകൻ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നറിയില്ലെന്നായിരുന്നു അധ്യാപകന്റെ പ്രതികരണം. 14-ാം തീയതി രാത്രി തന്നെ യൂണിവേഴ്സിറ്റി പോയി. അപ്പോൾ തന്നെ ലോസ്റ്റിൻ്റെ എല്ലാ പേപ്പർ ഇതെല്ലാം കൊടുത്തിട്ട് അവർക്ക് ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതുവരെ അവർ അറിയിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ എക്സാമിനേഷൻ്റെ ചിലവ് വരികയാണ് പറഞ്ഞാൽ അത് ഞാൻ ഞാനത് നോക്കാമെന്നുള്ളത്. കർശന നടപടി ഉണ്ടാകുമെന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് പറയുന്നുണ്ടെങ്കിലും ഗുരുതരമായ വീഴ്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർവകലാശാലയ്ക്കും ഒഴിഞ്ഞുമാറാനാകില്ല. ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 7-ന് പകരം പരീക്ഷ നടത്താനാണ് സർവകലാശാലയുടെ തീരുമാനം. ഇവരിൽ നിന്ന് ഫീസ് വാങ്ങില്ലെന്ന് സർവകലാശാല പറയുന്നു. എന്നാൽ ഈ പരീക്ഷാ തീയതിയിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രതിഷേധമുണ്ട്. ഉത്തരക്കടലാസുകൾ ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന നിലയുണ്ടായിട്ടുള്ളൂ. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ 13 ദിവസമായി നടത്തിവന്നിരുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ച് അങ്കണവാടി ജീവനക്കാർ. ധനമന്ത്രി KN ബാലഗോപാലുമായി നടത്തിയ ചർച്ചയിൽ ലഭിച്ച ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 3 മാസത്തിനകം പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. അനിശ്ചിതകാല സമരത്തിന്റെ 13-ാം ദിവസമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഈ സമരക്കാരുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ, അതായത് അവരെ തൊഴിലാളികളായി ജീവനക്കാരായി അംഗീകരിക്കുക, സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു 13 ദിവസമായി ഈ അനിശ്ചിതകാല സമരം തുടരുന്നത്. രാവിലെ KC വേണുഗോപാലാണ് ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിന് പിന്നാലെയാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് ലഭിക്കുകയും സമരം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത് ഇപ്പോൾ ഈ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. 13 ദിവസമായി സമരം തുടരുകയാണ്. മറുവശത്ത് 50 ദിവസത്തിലേക്ക് കടക്കുകയാണ് ആശമാരുടെ സമരം. എന്തുറപ്പിലാണ് നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത്? നമുക്ക് മെനിങ്ങാന്ന് നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോഴത്തേക്ക് അതിൽ പറയുന്നത് 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ പരിഹാരങ്ങളും കണ്ടെത്തും. ഞങ്ങളത് ഭരണസമിതിയുടെ ഒരു കമ്മീഷനിൽ വെച്ച് തീരുമാനം എടുത്തിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അത് അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ പരിഹാരങ്ങൾ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ 91ാമത്തെ ദിവസം നമ്മൾ അതിശക്തമായിട്ട് തന്നെയാണ് എന്തായാലും നിരാകരണം നമ്മുടെ ഫാമിലിയോട് വന്നു കിടക്കാനാണ് നമ്മൾ എല്ലാവരും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 3 മാസത്തിനകം ഒരു കമ്മീഷനെ നിയോഗിക്കുമെന്നാണ് ഉറപ്പ്, അല്ലേ? അതെ, ഞങ്ങൾ അവർ പഠിച്ചിട്ട് നമുക്ക് അനുകൂലമായ നിലപാടെടുക്കാമെന്നാണ് ധനമന്ത്രിയും നമ്മുടെ വകുപ്പ് മന്ത്രിയും ഓൺലൈനായിട്ടാണ് ചർച്ചയിൽ പങ്കെടുത്ത. ആ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ പ്രകാരമാണ് നമ്മൾ ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുന്നത്. എന്നാൽ 91ാം ദിവസം ഇതിന് നമുക്ക് അനുകൂലമല്ലാത്ത മറുപടിയാണ് കിട്ടില്ലെന്നെങ്കിൽ നമ്മൾ പട്ടിണി സമരത്തിലോട്ട് പോകുമെന്ന് നമ്മൾ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ആശമാരുടെ സമരം 50ാം ദിവസത്തിലേക്ക് കടക്കാനിരിക്കുന്നതിനിടയിലാണ് വെറും 13 ദിവസം മാത്രമാകുമ്പോൾ INTUC മുമ്പോട്ട് വെച്ച ആവശ്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർണമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പിൽ ഈ സമരം ഇവിടെ അവസാനിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കുട്ടി ക്രിക്കറ്റ് പൂരം. IPL-ൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. സീസണിലെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ശേഷമാണ് ഗുജറാത്തും മുംബൈയും 2ാം മത്സരത്തിന് ഇറങ്ങുന്നത്. കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഒരു മത്സരത്തിൽ വിലക്ക് നേരിട്ട ഹാർദിക് പാണ്ഡ്യ ഇന്ന് മുംബൈ ക്യാപ്റ്റനായി എത്തും. മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനും ആദ്യ 11-ൽ അവസരം ലഭിച്ചേക്കും. ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,360 രൂപ, പവന് 66,880 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,900 രൂപ, പവന് 55,200 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ, കിലോഗ്രാമിന് 1,11,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. 11:06 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം അനുശ്രീ ചേരും. നമസ്കാരം.